അസ്സലാമു സ്നേഹമുള്ളവരെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മളറിഞ്ഞ അറിവുകൾ കൊണ്ടൊക്കെ ഓരോ കഥകളും നമ്മുടേതായ രീതിയിൽ നമ്മൾ ഏത് തരത്തിലാണോ ഒരു കാര്യത്തെ വിശ്വസിച്ചത് അതനുസരിച്ചായിരിക്കും നമ്മൾ അറിയുന്ന ഒരു കാര്യത്തെ നമ്മൾ നിരീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞത് വെച്ചുകൊണ്ട് ആ വിഷയത്തെ നിരീക്ഷിക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ സ്ഥിരീകരിക്കാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്കാരാണോ നമ്മിലേക്ക് അറിവുകൾ നൽകിയത് ആ ഒരു കൂട്ടുകെട്ടിൽ പെടുമ്പോൾ നമ്മൾ അറിഞ്ഞതിൽ നിന്നുകൊണ്ട് തർക്കിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മറിച്ച് കേൾക്കുന്ന വിഷയം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ നമ്മൾ ആ കൂട്ടത്തിൽ നിന്നൊന്ന് ഇറങ്ങി ഈ പറയുന്ന കാര്യങ്ങളുടെ പുറകെ ഒരു രഹസ്യമായ ഒരു CID പോലെ ഒരു രഹസ്യമായ ഒരു നിരീക്ഷണം നടത്തിയാൽ ഈ പറയുന്നതിലൊക്കെ വല്ല തുമ്പുമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലോകത്ത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല ആളുകളും സംശയത്തിൻ്റെ മുൾമുനയിൽ കിടക്കുന്ന ഒരവസ്ഥ നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കാണുന്നു. തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരുമൊക്കെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ അസ്വസ്ഥരാകുന്നത് പോലെ തന്നെയാണ് നമ്മൾ അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ പ്രവാചകന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ കൂടെയുണ്ടായിരുന്ന സഹാബത്തുക്കളെക്കുറിച്ചും ആ സഹാബത്തുക്കൾക്ക് ശേഷം അവരെ പിൻപറ്റി വന്ന അവരുടെ മശായിഖന്മാരെക്കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് കാരണം നല്ല ആളുകൾ കുറവും അതുപോലെ തന്നെ വേഷപ്രച്ഛന്നരായ ആളുകൾ കൂടുതലും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. യഥാർത്ഥത്തിൽ CM വലിയുല്ലാഹി എന്ന് പറയുമ്പോൾ ഏകദേശം കേരളത്തിലുള്ള നല്ലൊരു ശതമാനം ആളുകൾക്കും അവരെക്കുറിച്ച് രണ്ട് രീതിയിൽ അറിയാം. ഒരു വിഭാഗം അവരൊരു മാനസിക രോഗിയാണെന്നും അവരെ വെച്ച് പണമുണ്ടാക്കുകയാണെന്നും അങ്ങനെ അവരെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമുണ്ട്, ഈ തരം താഴ്ത്തി സംസാരിക്കുന്ന വിഭാഗത്തിനെ പരിഹസിക്കുന്ന, അതായത് ഇവിടെ വിശ്വാസികളിൽ തന്നെ പലതരം വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിൽ നിന്നെല്ലാം മാറി ഇതൊന്നും വിശ്വസിക്കാത്തൊരു വിഭാഗവുമുണ്ട്. അവിടെയാണ് ഈ പറയുന്ന യുക്തിവാദികളൊക്കെ വരുന്നത്. വിശ്വാസികളിൽ ഒരു ഇസ്ലാം മത വിശ്വാസത്തിൽ തന്നെ വിശ്വാസങ്ങളെ പല രീതിയിൽ കാണുന്ന പല വിഭാഗങ്ങളുണ്ട്. ഇപ്പം മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, സുന്നി, അതുപോലെ തന്നെ ഖാദിയ വിഭാഗം, അതുപോലെ തന്നെ ഈ പറയുന്ന ഷിയാക്കൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് എല്ലാവരുടെയും ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പല തരത്തിലാണ്. ഒരു പൂർണ്ണനായ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏകദൈവ വിശ്വാസിയും അവൻ തൻ്റെ ദൈവത്തിലേക്ക് തൻ്റെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് മറ്റ് ആരാധനകളിൽ നിന്നെല്ലാം ഒഴിവായിക്കൊണ്ട് റബ്ബിന് മാത്രം ആരാധന നിർവഹിക്കലാണ് ഏറ്റവും പ്രാധാന്യമെന്ന് കരുതിക്കൊണ്ട് അത്തരം ചിന്തകളോടുകൂടി കഴിഞ്ഞു പോകുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകൾ അതിനപ്പുറത്തുള്ള മറ്റൊരു വിഭാഗം അള്ളാഹുവിനെ വിശ്വസിക്കുകയും അവനെ
അറിയാനായിട്ട് വഴി കാണിച്ചു തന്ന പ്രവാചകന്മാർക്ക് പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ തന്നെ വഴിക്ക് വഴിയായി കടന്നു വന്ന ഇന്നത്തെ തലമുറയിലുള്ള ആളുകളൊക്കെ ഈ അള്ളാഹുവിനെക്കുറിച്ച് ആധികാരികമായിട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും അവരോടുള്ള പ്രാർത്ഥന അതിൻ്റേതായ ഒരു ചിട്ടവട്ടത്തോടു കൂടിയൊക്കെ നടത്താൻ അറിവ് പകർന്നു തന്നവരെ ബഹുമാനിക്കൽ അതൊരു ബഹുമാനമാണ്, മറിച്ച് ആരാധനയല്ല. പക്ഷേ മറ്റു വിഭാഗം, ഈ എതിർക്കുന്ന വിഭാഗം ഇവരോട് കാണിക്കുന്ന ബഹുമാനത്തെ ആരാധനയായി അവർ വർക്കൗട്ട് ചെയ്യുകയാണ്. സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഞാൻ മടവൂർ CM വലിയുല്ലാഹി അവർകളെ കണ്ട ഒരാളാണ്. ഞാൻ അവരെ ആരാധിക്കാറില്ല, ബഹുമാനിക്കാറാണുള്ളത്. എന്തുകൊണ്ടാണ് ആ ബഹുമാനം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവരെ കാണുകയും അവരുടെ ജീവിത രീതി മനസ്സിലാക്കുകയും അവരെങ്ങനെയാണോ ജീവിച്ചു പോന്ന് അവർ ഈ ലോകത്തുനിന്ന് മറയപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ അവരുടെ ജീവിത യാത്രകൾ, ആ യാത്രകൾ നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമുക്കവരോട് ഏറ്റവും അധികം ബഹുമാനമുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരു CM വലിയുല്ലാഹിയെ എടുത്തു കഴിഞ്ഞാൽ, അവരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ, ആ ജീവിതത്തെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവർ ഭൗതികമായിട്ട് ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകിയിട്ടില്ല. അവരൊരു ഭൗതിക സുഖത്തിന് വേണ്ടി അലഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലാണെങ്കിൽ നോക്കിയാലും അവരത്തരം വിവാഹങ്ങളൊന്നും, ആ വിവാഹം കഴിച്ചെങ്കിൽ പോലും ആ ഭാര്യയിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവരൊരു ഏകാന്ത ജീവിതം നയിച്ച് അവരങ്ങനെ ഈ ലോകത്തുനിന്ന് മറഞ്ഞവരാണ്. അപ്പോൾ അവരൊന്നും മോഹിച്ചിട്ടില്ല, അവരൊന്നും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുമില്ല. പിന്നെ അവരെ മുഹബത്ത് വെച്ച ആളുകൾ പല രീതിയിൽ പല സ്ഥലത്തും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. അതെനിക്കും തോന്നാറുണ്ട്. ഞാൻ തന്നെ മടവൂർ വളരെയധികം പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളവരെ കാണുകയും സ്നേഹിക്കുകയും അവരുടെ സ്നേഹം നമുക്ക് കിട്ടുകയും ചെയ്തതാണ്. ഇന്ന് ആ സ്ഥലത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു നിയന്ത്രണങ്ങൾ വേണം, വേണ്ടെന്നല്ല പറഞ്ഞത്. പണ്ട് ആ മക്കാമിൻ്റെ ഉള്ളിൽ കയറി അവരുടെ ഖബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പ്രാർത്ഥിക്കാമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളൊരു കാര്യത്തിന് ചെന്നാൽ പല ആളുകളും, ഇപ്പോൾ ഞാൻ പറയുന്നത്, ഒരറിവില്ലാത്ത ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണം, അത് സ്വാഭാവികമാണ്. അറിയുന്ന ഒരാൾ വന്നാൽ അയാൾക്കും അറിവ് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരാളുടെ ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അത് വേറൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, കാരണം എൻ്റെ മനസ്സിൻ്റെ ചിന്താഗതിയിൽ അവിടെ നിൽക്കുന്ന ആളുടെ മനസ്സിൻ്റെ ചിന്താഗതിയും, അദ്ദേഹം അവിടുത്തെ ഒരു ജോലിക്കാരനായും ഞാൻ ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചിന്തിച്ചു കൊണ്ട് ചെല്ലുമ്പോൾ അതൊരു ഏജൻറ്റിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു ഫീല് വന്നത് കൊണ്ടിട്ട് ഞാനിപ്പോൾ കഴിയുന്നതും അങ്ങോട്ട് പോകാറില്ല. കാരണം അവിടെ ഇതെല്ലാം ചില ആളുകൾ അതൊരു ബിസിനസ്സാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷം എന്നുള്ളത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. അപ്പം അങ്ങനെ ഓരോ ദർഗകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെയുള്ള ഈ നേർച്ചപ്പെട്ടികളാണ്. വരുന്ന ആളുകളൊക്കെ അതിൽ പണം ഇടണം. അപ്പോൾ പണം ആണ് പ്രധാന വിഷയം. അപ്പോൾ പണത്തെ മോഹിക്കാതെ പോയ മടവൂർ ഷെയ്ഖിനെ വെച്ചിട്ട് പണം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ മഹല്ലും മറ്റതും മറിച്ചതും പൊളിച്ചു പണിതും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ഉണ്ടാകുന്നത്. അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കാം, ചെയ്യുന്നവരുടെ ഉദ്ദേശങ്ങളൊക്കെ നല്ലതായിരിക്കാം. പക്ഷേ മൊത്തത്തിൽ കാണുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രത്തോളം അങ്ങോട്ട് കടന്ന് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയുള്ളവരല്ല ജനങ്ങൾ. കാരണം
ഇത് മാത്രം ചിന്തിച്ചിരിക്കലല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു നേരം വെളുത്തു കഴിഞ്ഞാൽ രാത്രിയാകുന്നത് വരെ ഇന്നത്തെ തലമുറയിലുള്ള ആളുകളൊക്കെ വലിയ മാനസിക സംഘർഷങ്ങളിലാണ്. ഒരു ദിവസം അവൻ രാവിലെ തുടങ്ങി രാത്രിയാക്കുന്നത് എത്രയോ പ്രയത്നങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഒരു രാത്രിയിലേക്ക് എത്തുന്നത്. സന്തോഷങ്ങളും സങ്കടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും ബാധ്യതകളുമൊക്കെ ആയിക്കൊണ്ട് അതൊക്കെ ഒന്ന് വിട്ടുമാറിക്കിട്ടാനുള്ള പ്രാർത്ഥനയൊക്കെയായി വല്ലാത്തൊരു. അപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഏറ്റവും അധികം പ്രാർത്ഥനയിൽ നിലകൊള്ളുന്നതൊക്കെ ഏറ്റവും അധികം പ്രശ്നമുള്ളവരാണ്. അമ്പലങ്ങളിലും പള്ളികളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഓടുകയാണ് പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് എങ്ങനെ വന്നു? ഈ പറയുന്ന ഞാൻ പോലും നമുക്കെല്ലാവർക്കും വന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കാത്തവരെ സ്നേഹിച്ചു പോയതിൻ്റെ ഫലം കൊണ്ടാണ്. നമുക്ക് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആ ശ്രദ്ധയില്ലായ്മകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രയാസത്തിലേക്കാക്കിയത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ എവിടെന്നെങ്കിലും ലോണായിട്ടോ മറ്റതായിട്ടോ ഒക്കെ പണം എടുത്തുകൊണ്ട് ആരും തന്ന് സഹായിക്കാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ ഇസ്ലാം പറയുന്നുണ്ട് പലിശ ഹറാമാണെന്ന്. ശരിയാണ്, അത്തരം പണം വാങ്ങി ഉപയോഗിക്കൽ ഹറാമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും ഈ പൈസ ഇങ്ങനെയൊക്കെ വാങ്ങി തന്നെയാണ് ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ആണ് പലരും പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോൺ എന്നുള്ളൊരു പേര് വരുമ്പോൾ അതും പലിശ തന്നെയാണ്. അവിടെ എഴുതി വെക്കുന്നത് പാസ്ബുക്കിൻ്റെ അകത്ത് പലിശ എന്നാണ്. പിഴപ്പലിശ, കൂട്ടുപലിശ എന്നൊക്കെ പറഞ്ഞാണ് എഴുതുന്നത്. അപ്പോൾ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും ഈ പറയുന്നത് പോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട സാഹചര്യം, കാരണം ആരും കൊടുക്കാനില്ല, ആരും സഹായിക്കുകയുമില്ല. വെറുതെ തന്നെ സഹായിക്കാൻ ആരുമില്ല. വളരെ അപൂർവം ആരെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിച്ചാൽ അതും ഇപ്പോൾ കുറവാണ്. കാരണം ചിലപ്പോൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ പിണങ്ങേണ്ടി വരും, പ്രയാസങ്ങളാകും, സ്നേഹബന്ധങ്ങൾ തകരും. എല്ലാം ഈ പണവുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ ഒരു ലോൺ പോയി എടുക്കുന്നു, ഒരു കച്ചവടം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു, അയാൾ കച്ചവടം തുടങ്ങുന്നു. അയാൾ ഉദ്ദേശിച്ച രീതിയിൽ അവിടെ കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ തന്നെ ഒരു കട തുടങ്ങി. ഒരു മനുഷ്യൻ, അതായത് അധികം ആളുകളില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഞാൻ വാടക കുറഞ്ഞ ഒരു സ്ഥലം നോക്കിയിട്ടാണ് കട തുടങ്ങിയത്. ആ കട മെല്ലെ 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 പച്ച പിടിച്ച് വന്നു. ഞാനാണെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ വന്നാണ് ഈ കട തുടങ്ങിയിരിക്കുന്നത്. അതൊരു നല്ല രീതിയിലേക്ക് വളർന്ന് പന്തലിച്ചു. അതിനോടൊപ്പം തന്നെ മറ്റൊരു കടയും തുടങ്ങി. പക്ഷെ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചിലർ അസൂയാലുക്കൾ. കാരണം എൻ്റെ വളർച്ച കണ്ട് അവർക്ക് അസൂയയായി. ഞാൻ തുടങ്ങിയ അതേ കച്ചവടം തന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരാളും തുടങ്ങി. അപ്പോൾ സാധനം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ആകെ ഒരു പ്രയാസമായി. എന്താ കാര്യം? അവിടെ തുടങ്ങിയവൻ ആ നാട്ടുകാരനും തൊട്ടിപ്പുറത്ത് കടകൾ നിർത്തുന്ന ഞാൻ പുറത്ത് നിന്ന് വന്നൊരാളും. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കടയിൽ നല്ല സാധനങ്ങൾ, അതായത് അവരുടെ കടയിലേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിലും വരുന്ന ആളുകൾക്ക് ആ കടയിലേക്ക് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ കടയിലേക്ക് വരാൻ അയാളെ നോക്കിക്കൊണ്ട് അസ്വസ്ഥമാകുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഭൂരിഭാഗം ആൾക്കാരും ഈ രണ്ട് കടയിലേക്കും വരാതെ പിന്നെ പുറത്തുനിന്ന് സാധനം വാങ്ങിക്കൊണ്ടിരുന്ന ആർക്കും ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ അവിടെ രണ്ട് കൂട്ടരും നശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള തകർച്ചകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ എറണാകുളം ഈ പറയുന്ന എടപ്പള്ളിയിൽ നിന്ന് നമ്മളുടെ വയറ്റിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലും നിറയെ ഷോപ്പുകൾ കാണാം. നമ്മൾ ഒരു മാസം മുടങ്ങാതെ പോയാൽ, 1-2 മാസം മുടങ്ങാതെ പോയാൽ നമ്മൾ കാണുന്ന ബോർഡായിരിക്കില്ല പിന്നെ കാണുന്നത്. എന്താ കാര്യം? അവർക്ക് വാടക കൊടുക്കാൻ കഴിയുന്നില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല, തിരക്ക്, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആളുകളെ നോക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ജനങ്ങളെല്ലാവരും
അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പള്ളികളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും ഓടിയെത്തുന്നതൊക്കെ ഒരു പരിഹാരം കിട്ടുമോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്. സൂഫിസത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിഹാരങ്ങളെ പൂർണ്ണമായിട്ടും തള്ളി, പ്രയാസങ്ങളെ പൂർണ്ണമായിട്ടും തള്ളി, എല്ലാ പ്രശ്നങ്ങളെയും തള്ളി ഇനി ഞാൻ എൻ്റെ റബ്ബിലേക്ക് മടങ്ങുകയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രശ്നം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ സുന്ദരനാണെങ്കിൽ സുന്ദരനായിട്ടും, കേൾവിയുള്ളവനാണെങ്കിൽ, കാഴ്ചയുള്ളവനാണെങ്കിൽ, ചിന്താശക്തിയുള്ളവനാണെങ്കിൽ, വൈകല്യങ്ങളില്ലാത്തവനാണെങ്കിലൊക്കെ നമ്മൾ എത്രയോ ആരോഗ്യപരമായി ഈ ഭൂമിയിൽ വന്നെങ്കിൽ ഇന്ന് നമുക്കുള്ള പ്രശ്നം എന്താണ്? മനസ്സുകൊണ്ടുള്ളൊരു പ്രയാസമാണ്. ഒരു ചെറുപ്പക്കാരൻ, അവനിക്ക് നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ അവന് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അവനിങ്ങനെ കിടന്നിട്ട് വട്ടം ചുറ്റുകയാണ്. അപ്പോൾ ഒരിക്കൽ അവനെയും കൊണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ എറണാകുളത്ത് ഒരു കടയിൽ നിൽക്കുമ്പോൾ ഇവൻ്റെ ഈ മടി, അലസത ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ആത്മാർത്ഥമായി പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. എല്ലാത്തിനും കാരണങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കാരണങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ആ കാരണങ്ങളിലൂടെ നമ്മളുടെ കാര്യത്തെ നടത്തുകയും വേണം. മറിച്ച് അതല്ല, കാരണങ്ങളുടെ പുറകെ പോകാൻ നമുക്ക് സമയമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്ന് ഏറ്റവും അധികം ഈ ലോട്ടറി ടിക്കറ്റൊക്കെ പോയി എടുക്കുന്നതിൻ്റെ കാരണം എന്താ? രണ്ട് രീതിയിലാണ്. ഒന്ന് പണക്കാരനാകാനല്ല, പല ആൾക്കാരും പല രീതിയിലാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. ഒന്ന് കടമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് അവരെ കൊണ്ടുള്ള ശല്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനുള്ള പണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഓരോരുത്തരും ഓരോന്നിൻ്റെ പുറകെ പോകുന്നത്. ഇപ്പോൾ ബോച്ചെ ടീ വന്നപ്പോൾ കുറേ ആളുകൾ അതിൻ്റെ പുറകിലാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അത് മുഖാന്തരം ആളുകൾക്ക് ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരം തന്നെയാണ്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സഹായിക്കേണ്ട രീതിയിൽ, ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ മടവൂർ തന്നെ ഉറൂസ് നടക്കുന്നുണ്ട്. എത്രയോ ആളുകൾക്കാണ് അവിടെ ചോറ് വെച്ച് കൊടുക്കുന്നത്. ഈ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ആരും ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നവരല്ല. എത്രയോ ദർഗകളിൽ ഇതുപോലെ അന്നദാനം നടക്കുന്നു. ഈ അന്നദാനം എന്ന് പറയുന്ന പരിപാടി ഭക്ഷണം ഒരു നേരം കിട്ടാതെ അലയുന്നവനിക്ക്, അല്ലെങ്കിൽ വലയുന്നവനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു ഗുണമുണ്ട്. പക്ഷേ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നവർ അവിടെ നടക്കുന്ന ഉറൂസിനോട് അനുബന്ധിച്ചുകൊണ്ട് ഒരു ബർക്കത്ത് എന്നുള്ള നിലയിൽ മഹാൻ്റെ ഹദറത്തിൽ നിന്ന് ഒരു പിടി ചോറ് കിട്ടി എന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആളുകൾ ക്യൂ നിന്ന് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ശിഫ കിട്ടും എന്ന വിശ്വാസമാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. മറിച്ച് അതുകൊണ്ടൊരു ശിഫയും ഉണ്ടാകുന്നില്ല, താൽക്കാലിക ഒരു സമാധാനം മാത്രമാണ്. എങ്കിൽ അവിടെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ ചെലവ് വരുന്നുവോ, ആ മഹല്ലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രശ്നമുള്ള ആളുകൾ ആരാണെന്നൊരു അന്വേഷണം നടത്തി അവരുടെ പേരുകൾ എഴുതി വെച്ച് അതിൽ നിന്ന് ഇനി ഒരു തർക്കമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ മറ്റേയാൾക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും പേരൊരു നറുക്കുപോലെ വെച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന 2 പേർക്ക് ആ പണം കൊടുത്തുകൊണ്ട് വർഷാവർഷം പരിഹാരങ്ങൾ നല്ല രീതിയിലേക്കുള്ള വഴി തുറന്നു കൊടുത്താൽ ഓരോ വർഷത്തിലും ഓരോ പുതിയ ജന്മങ്ങൾ രൂപം പ്രാപിക്കും. അതായിരിക്കും ഏറ്റവും ഉത്തമമായ കാര്യം. ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതെല്ലാം ഇങ്ങനെ നടക്കട്ടെ. ഞാൻ അതിൻ്റെ പുറകിലേക്കൊന്നും കടന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞ് സഞ്ചരിച്ചിട്ട് യാതൊരു അർത്ഥമില്ല. ഈ പറയുന്ന എനിക്കുമുണ്ട് പ്രശ്നങ്ങൾ. അതിനെ എങ്ങനെ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് തരണം ചെയ്ത് സോൾവാക്കാൻ പറ്റും? നമ്മൾ അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊടുത്തു, ഇവിടെ നിന്ന് വാങ്ങി അവിടെ കൊടുത്തു, അവിടെ നിന്ന് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പരിഹാരം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഉറച്ച മനസ്സുണ്ടാകണം. ആ ഉറച്ച മനസ്സിൽ നമ്മളൊരു തീരുമാനമെടുക്കണം.
ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, നമ്മളൊരു ജയിലിലേക്ക് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും അടഞ്ഞിട്ട് പിന്നെ ആ ജയിലിൽ കിടക്കുക. നമ്മുടെ ഭാര്യ മക്കളൊക്കെ റോട്ടിലുണ്ട്, അവർ പുറത്തുണ്ട്, വീടുകളിലൊക്കെ ഓരോരുത്തരും എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ കുടുംബം നോക്കേണ്ട ആൾ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീടിൻ്റെ കാര്യം ആരും നോക്കും? പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. പലതരം ജോലികൾ ചെയ്തുകൊണ്ടൊക്കെ ജീവിതം നയിച്ച് മുന്നോട്ട് തന്നെ പോവുകയാണ്. വളരെ അപൂർവം ചിലരൊക്കെയാണ് ചില കുടുക്കുകളിൽ പെട്ടിട്ട് ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കുള്ള പ്രശ്നം, ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. അത് പണമാണെങ്കിൽ പണം, അത് എത്ര ലക്ഷം രൂപയുണ്ട് നമുക്ക് കൊടുക്കാൻ, നമ്മളൊരു മാസം പണിയെടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് എത്ര നമുക്ക് ഇതിലേക്ക് അടക്കാൻ പറ്റും, കൊടുക്കാനുള്ളവരോട് മാന്യമായി ചെന്ന് കാര്യം പറയുക. മാന്യമായി നമ്മൾ പറയണതേ, ഞാൻ തരാം കേട്ടോ, എനിക്കിങ്ങനെ കഴിയുള്ളൂ, വേറെ വഴി എൻ്റെ മുമ്പിലില്ല, എനിക്കിങ്ങനെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. എനിക്കിപ്പോൾ തന്നെ തന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നിയമപരമായിട്ട് പോവുക എന്നുള്ളതാണ്. അതാരെയും പറ്റിക്കാനല്ല, പറ്റിപ്പോയി. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ളവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അവരോട് ചെന്നിട്ട് മാന്യമായി പറയുക, ഇതാണ് എൻ്റെ അവസ്ഥ. അത് സത്യസന്ധമായിരിക്കണം, കാപഢ്യമാകരുത്. അവരുടെ മുമ്പിൽ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുക. ഞാൻ ഇങ്ങനെ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, അതിൽ നിന്ന് ഇത്ര കിട്ടും, അതെൻ്റെ കുടുംബത്തിലേക്കുള്ളൊരു ചിലവ്, ചെറിയ ചിലവ്, വലിയ ചിലവല്ല, ചെറിയ ചിലവ് എടുത്തിട്ട് ബാക്കിയുള്ള സംഖ്യ കൂട്ടി വരുമ്പോൾ ഒരു മാസം എനിക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ബുദ്ധിപരമായി നീങ്ങിയാൽ എല്ലാത്തിനും അതിൻ്റേതായ വാതിൽ തുറക്കപ്പെടും. അങ്ങനെ സത്യസന്ധമായത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും അനുഗ്രഹമുണ്ടാകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ എളുപ്പമുള്ള വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. കാരണം എല്ലാം ഒരു പരീക്ഷണ യാത്രയാണ്. നമ്മൾ എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന കൂടി ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഞാനത് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കി വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടും ചില സമയങ്ങളിലൊക്കെ ഞാനും പഠിച്ചില്ല. എനിക്ക് പിന്നെയും തെറ്റുകൾ പറ്റി. ചില ആളുകളെ കണ്ണടച്ച് വിശ്വസിച്ചു. അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അബദ്ധങ്ങൾ ഉണ്ടാവുകയും ആ അബദ്ധങ്ങൾ വീണ്ടും വീണ്ടും സംഭവിച്ച് നമ്മൾ വലിയ വലിയ വേദനകൾക്ക് വിധേയനായിത്തീരുകയാണ്. നമ്മുടെ മനസ്സിൽ നമ്മളൊരു തീരുമാനമെടുക്കുക, നമ്മൾ ആരോട് സംസാരിക്കണം, ആരായിട്ട് ഇടപഴകണം, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള വലിയൊരു പാഠമാണ് ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നമുക്കൊക്കെ പറ്റിപ്പോയ തെറ്റുകൾക്ക് ഒരുപക്ഷെ നമ്മുടെ സുഹൃത്ത് കാരണമാകാം, നമ്മുടെ അയൽവക്കം കാരണമാകാം. ഇതെല്ലാം നമ്മുടെ ഇടപെടലുകൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഏതായാലും പറ്റാനുള്ളത് പറ്റി. ഇനി അതിൽ നിന്ന് നമുക്കെങ്ങനെ പറ്റാതെ, ഇനിയും കുഴപ്പങ്ങൾ പറ്റാതെ മുന്നോട്ടെങ്ങനെ പോകാൻ പറ്റും എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായി വരുത്തുകയും അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും ഒപ്പം റബ്ബിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ വാതിലുകൾ തുറക്കപ്പെടും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രാർത്ഥന വേറെ തലതിരിഞ്ഞാണ് നടക്കുന്നത്. ഇവിടുന്ന് ചിലപ്പോൾ വണ്ടിക്കാശ് മുടക്കി ഭീമപ്പള്ളി അല്ലെങ്കിൽ നാഗൂർ അല്ലെങ്കിൽ മുത്തുപ്പേട്ട അങ്ങനെ ഏതെങ്കിലും പള്ളികൾ, അല്ലെങ്കിൽ അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥന, ഇതൊക്കെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യം നടന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ സ്വഭാവം കാണിക്കും. അതല്ല, എനിക്ക് പറ്റിപ്പോയ തെറ്റ്, അതിൻ്റെ വേദന ഞാൻ അനുഭവിച്ചു, ഇനി ഒരു തെറ്റും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് റബ്ബേ ഈ കുടുക്കിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ എന്നുള്ളത് ഹൃദയം തുറന്നുള്ളൊരു പ്രാർത്ഥനയാണെങ്കിൽ തീർച്ചയായും അവിടെ നമുക്ക് അത്ഭുതം കാണാൻ പറ്റും. അങ്ങനെ ആയിരിക്കണം മനസ്സ്, അല്ലാതെ അതൊരു നാടകമാകരുത്. ഒരിക്കൽ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. വളരെ കുറച്ച് പറഞ്ഞു പോയാൽ കാര്യങ്ങൾ തിരിയേണ്ടവർ മാത്രം. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഓരോരുത്തർക്ക് പ്രത്യേകിച്ച് ഹെഡിങ് കാണുമ്പോൾ ചാടിക്കയറി മറുപടി എഴുതും. വിഷയം എന്താണ് പറയുന്നതെന്ന് കേൾക്കുക. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ശാപം അതാണ്. ഹെഡിങ് കാണുമ്പോൾ വേഗം അതിന് മറുപടി ഇട്ടതിന് ശേഷം കേൾക്കും. കേട്ട് കഴിയുമ്പോഴായിരിക്കും ഈ മറുപടിയും കേട്ട കാര്യവും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചാടിക്കയറി മറുപടി പറയാതെ കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുകയും പറ്റുന്നതാണെങ്കിൽ എടുക്കുകയും അല്ലാത്തത് തള്ളിക്കളയുകയും നിങ്ങളുടെ വഴിക്ക് പോവുകയും ചെയ്യുക. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കുന്നവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും. ഞാനും അതിന് പ്രയത്നിക്കുകയാണ്. അതിൻ്റെ ഫലങ്ങൾ അല്പാൽപമായി എനിക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്നെപ്പോലെ വേദനിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാകും.
അവർക്കൊരു വാതിൽ തുറക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് മന്ത്രമോ കൂടോത്രമോ കുപ്പിയാത്തലോ കുടക് ഒരക്കലോ ഒന്നുമല്ല. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. അവനിഷ്ടപ്പെട്ടവരുടെ സാമീപ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മളുടെ അതൊരു കാപട്യമാകരുത്. നമ്മുടെ ഒരു കാര്യം ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, എന്തിനാ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണ്. അല്ല, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി സൂക്ഷിച്ച് ഞാൻ പൊയ്ക്കോളാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതാണ് തൗബ എന്ന് പറയുന്നത്. അത്തരം തൗബകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ എളുപ്പത്തിൽ നടക്കും. അതില്ലാത്തത് കൊണ്ടിട്ടാണ് അത് നീണ്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ഇതിന് ഏറ്റവും ഉത്തമമായ സമയം രാത്രി തന്നെയാണ്. രാത്രി നമ്മൾ ഉറങ്ങാൻ സുഖമായിട്ട് കിടക്കും. നമുക്ക് നല്ല ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ തന്നെ രാത്രിയിൽ ഉറക്കമില്ലാത്തൊരു മനുഷ്യനാണ്. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അതിന് മേലെ ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചോദിക്കും എന്താണ്? അല്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് രാത്രിയാണ് എൻ്റെ പ്രാർത്ഥനകൾ മുഴുവനും. അവനെക്കുറിച്ചുള്ള ചിന്തകൾ. ഞാൻ എൻ്റെ മനസ്സ് സമർപ്പിച്ച് അങ്ങനെ ഇരിക്കും. പകൽ സാധാരണ രീതിയിൽ അങ്ങനെ പോകും. രാത്രിയിലാണ് എൻ്റെ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. അള്ളാഹുമായിട്ട് ഏറ്റവും മുഹബ്ബത്ത് വെക്കാൻ പറ്റിയ സമയം. ചിന്തകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് ഒക്കെ അങ്ങനെ സമയം കഴിച്ചു പോകും. ഏതോ ഒരു സമയത്ത് കണ്ണൊന്ന് അടയാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണെന്ന് കട്ടിലിൽ കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ഇരിക്കാൻ തയ്യാറാകുക. നമ്മൾ വരുത്തി വെച്ച പ്രയാസങ്ങൾക്കും നമ്മുടെ കാരണവന്മാർ വരുത്തി വെച്ച പ്രയാസങ്ങളുമൊക്കെ കൊണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ഇതിനൊക്കെ വഴി തുറക്കണം. അല്ലാഹു തആല അതിനുള്ള മനസ്സും ശക്തിയും ബുദ്ധിയും ഒക്കെ നമുക്ക് തരട്ടെ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നടത്താൻ തയ്യാറാകുക. കാപട്യം നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാകില്ല. അതുകൊണ്ട് ഹൃദയം പൊട്ടിയുള്ള ആ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരമുണ്ടാകുന്നത്. അതാണ് റബ്ബ് കാണുന്നത്. പോക്കറ്റിൽ കാശ് വെച്ചിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുന്നവനെ അങ്ങനെ ആകരുത്. ഇല്ലാത്ത നമ്മളത് പറയണം, ഇല്ല, അങ്ങനെ ആയിരിക്കണം. പോക്കറ്റിൽ വെച്ചിട്ട് നമ്മളത് ഇല്ല എന്നുള്ള വാക്ക് പറയാൻ പാടില്ല. അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ആ തിരിച്ചറിവോടുകൂടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തആല നീക്കിത്തരും. ഒരിക്കൽ ഞാൻ സൂഫി വര്യനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് പോയപ്പോൾ അവർ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം, എങ്കിൽ നിനക്ക് ഞാൻ ആയുസ്സ് തരാം എന്ന് പറഞ്ഞു. ചോദിച്ച കാര്യം വളരെ നിസ്സാരമായൊരു കാര്യമായിരുന്നു. പക്ഷെ ആ നിസ്സാരമായ കാര്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലുമായിരുന്നില്ല അദ്ദേഹം. എങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കരുതിയില്ല, ഞാൻ നാട്ടിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കൊടുത്തഴക്കാം, ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പിന്നീട് ഞാൻ ആലോചിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ ഒന്ന് പറയാൻ തോന്നിയിരുന്നെങ്കിലോ എന്ന്. അദ്ദേഹം ചോദിച്ചപ്പോൾ ഇദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് മൗനം പാലിച്ചു നിന്നു. അതിനൊരു മറുപടി പോലും കൊടുത്തില്ല. പക്ഷെ നാട്ടിൽ വന്ന് 2-ാമത്തെ ദിവസം അദ്ദേഹം വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയും ഹോസ്പിറ്റലിലെത്തിക്കുകയും മരണമടയുകയും ചെയ്തു. ഞാൻ വളരെയധികം ആലോചിച്ചു. അവിടെ ചെന്നപ്പോൾ ആ സൂഫി പറഞ്ഞു, ഒരു കാര്യം, നീ ഇന്നത് തരണം, നിനക്ക് ആയുസ് തരാമെന്ന്. പക്ഷെ അദ്ദേഹം കൊടുത്തില്ല. നമ്മൾ ചിന്തിക്കും, അവർ സൂഫികളല്ലേ, അവർക്ക് രക്ഷപ്പെടുത്താൻ പാടില്ലേ? അതെ, എല്ലാത്തിനും കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്ക് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ചെയ്താലാണ് പരിഹാരമുണ്ടാവുള്ളൂ. എല്ലാത്തിനും അതിൻ്റേതായ രീതികളുണ്ട്. ആ രീതികളനുസരിച്ചിട്ടാണ് ഓരോ ഫലങ്ങളും നമുക്ക് കിട്ടുന്നത്. ഇന്ന് ആടിനെ അറുക്കുന്നതും അതുപോലെയുള്ള പല പരിപാടികളും ഇവിടെ നടക്കുമ്പോൾ അതിനെല്ലാം ഒരു ഫലം കിട്ടുന്നത് ഒരു കാര്യം ചെയ്യുമ്പോഴാണ്.
അപ്പോൾ ഇതൊക്കെ വളരെയധികം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. വെറുതെ ഇരുന്ന് കേട്ടാലൊന്നും തിരിയുന്ന കാര്യവുമല്ല. വെറുതെ ഇരുന്ന് നിന്ന് കേൾക്കുന്നവനിക്ക് ഇതൊക്കെ ഒരു പൊട്ടിച്ചിരിക്കാനുള്ള ഒരു കോമഡി മാത്രമാണ്. പക്ഷേ ഹൃദയമുള്ളവനിക്ക് ഇത് വലിയ വിഷയവുമാണ്. അതുകൊണ്ട് ഹൃദയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയം വിശാലമാക്കി തരട്ടെ, അതിലേക്ക് നല്ല നന്മകൾ നിറച്ചു തരട്ടെ, നല്ല ബുദ്ധി തരട്ടെ, ചിന്തിക്കാനുള്ള കഴിവ് തരട്ടെ, കാര്യങ്ങളെ നേരായ മാർഗത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കി തരട്ടെ എന്ന് വളരെ ഭംഗിയായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.